ഇന്ന് അവൻ ഞങ്ങളെ വിട്ട് പിരിഞ്ഞിട്ട് 5 വർഷമായി. 5 വർഷങ്ങൾക്ക് മുമ്പ് രാത്രി നടന്നതൊന്നും ഇന്നും മായാതെ എൻ്റെ മനസ്സിലുണ്ട്. ആശുപത്രിയുടെ 3ാം നിലയിലേക്ക് ഞാൻ നടന്ന് കയറുമ്പോൾ അവൻ ജനലിലൂടെ ദൂരേക്ക് നോക്കിയിരിപ്പായിരുന്നു. എന്നെ കണ്ടതും അവൻ ചുണ്ടിൽ ചിരി വരുത്താൻ ശ്രമിച്ചു. പക്ഷെ ആ ചിരിയിൽ അവൻ്റെ പഴയ കളിച്ചിരികളോ കുസൃതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പകരം മരണത്തിൻ്റെ നീൽ ജീവൻ്റെ തുടിപ്പ് ചോർന്നു പോയതുപോലെ. "ഡാ റാമി, എനിക്ക് പേടിയുണ്ടടാ." അവൻ എന്നെ നോക്കി പതിയെ പറഞ്ഞു. "മെരിക്കാനല്ലടാ എനിക്ക് പേടി. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നെ മറന്നു കളയുമോ എന്ന." ആ വാക്ക് എൻ്റെ നെഞ്ചിൽ ആയത്തിൽ കുത്തിയിറങ്ങിയത് പോലെയായിരുന്നു. അവൻ എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ഒരുമിച്ച് കളിച്ചും നടന്നും ഭക്ഷണം കഴിച്ചു നടന്നവർ. ഭാവിയിൽ ഒരുപാട് സ്വപ്നങ്ങളെക്കുറിച്ച് കനവ് കണ്ടവർ. പക്ഷെ ജീവിതം ഞങ്ങൾ 2 വഴിയിലെത്തിച്ചു. ഞാൻ പ്രവാസത്തെ തിരഞ്ഞെടുത്തു. അവൻ നാട്ടിൽ തന്നെ ചെറിയ ജോലികൾ ചെയ്തു. അപ്പോഴാണ് എന്നെ തേടി അവൻ്റെ ഫോൺ കോൾ വരുന്നത്. അവൻ്റെ ശബ്ദം വല്ലാണ്ട് ഇടറിയുന്നു. "ഡാ ആശി, എന്താടാ റമി?" "എനിക്ക് ക്യാൻസറാടാ." ഇത് കേട്ടപ്പോൾ ഞാൻ ആദ്യം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. അവൻ തമാശ പറയുന്നതാണെന്ന് കരുതി. എന്നാൽ വാർത്തലക്കിൽ അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. എൻ്റെ ചിരി മങ്ങി. എൻ്റെ ശരീരം മരവിക്കുന്നത് പോലെ തോന്നി. പിന്നീട് അങ്ങോട്ട് ഓപ്പറേഷനുകളുടെയും കീമോകളുടെയും നാളുകളായിരുന്നു. മുടിയെല്ലാം കൊഴിയാൻ തുടങ്ങി. അവൻ വല്ലാണ്ട് അവശനായി. അതിലൊന്നും ഒരു പരാതിയും പരിഭവവും അവൻ പറഞ്ഞില്ല. ഞാൻ പയ്യതുപോലെ നിൻ്റെ കൂടെ നടക്കുമെന്നവൻ പറയുമായിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ഒരു ദിവസം രാത്രി അവൻ്റെ ഉമ്മ വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് അവിടേക്ക് വരാൻ പറഞ്ഞു. അവൻക്ക് എന്നെ കാണാൻ വാശി പിടിക്കുന്നുണ്ടെന്ന്. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടി. അവൻ്റെ അവസ്ഥ ദയനീയമായിരുന്നു. ഓക്സിജൻ മാസ്ക് വെച്ചിട്ട് പോലും ശ്വസിക്കാൻ അവൻ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നത് പോലെ എനിക്ക് തോന്നി. അവൻ എൻ്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. "ഡാ, എന്നെ നീ മറന്നു കളയല്ലേടാ. എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല." "ഇല്ലടാ, നിനക്കൊന്നുമില്ല, ഞാനുണ്ട് നിൻ്റെ കൂടെ" എന്ന് പറഞ്ഞ് അവൻ ആശ്വസിച്ചു. അവനൊരു ചെറു പുഞ്ചിരി നൽകിക്കൊണ്ട് എന്നോട് പറഞ്ഞു. "ഡാ, എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ ഫോണിൽ ഒരു ഫോൾഡറുണ്ട്. ഞാൻ മരിച്ചതിന് ശേഷം നീ അത് തുറക്കണം." ഞാൻ ഒന്ന് മൂളിക്കൊണ്ട് തലയാട്ടി. അന്ന് രാത്രി അവൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവൻ്റെ ഉമ്മ നെഞ്ചു പൊട്ടി കരയുന്നുണ്ടായിരുന്നു. ആ പാവം ഉപ്പ വല്ലാണ്ട് ആരും കാണാതെ കണ്ണീരൊക്കുന്നുണ്ടായിരുന്നു. എനിക്കതൊക്കെ നോക്കി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞില്ല. അവൻ പോയതിൽ പിന്നെ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. 3 ദിവസം രാത്രി ഞാൻ അവൻ്റെ ഫോൺ എടുത്തു. ആ ഫോൾഡർ ഞാൻ തിരഞ്ഞെടുത്തു. എൻ്റെ ശേഷം എന്നൊരു ഫോൾഡറായിരുന്നു. ഒരു 100ഓളം വീഡിയോ അതിലുണ്ടായിരുന്നു. ഫുൾ അവൻ ഹോസ്പിറ്റൽ കിടക്കയിൽ നിന്നും എടുത്ത വീഡിയോകളായിരുന്നു. ഒന്നാമത്തേത് അവൻ്റെ ഉമ്മക്കുള്ളതായിരുന്നു. "ഉമ്മ, കരയരുത് കേട്ടോ. എനിക്ക് ഈ ജന്മത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗം നിങ്ങളുടെ മകനായി ജനിക്കാൻ കഴിഞ്ഞത് എന്നതാണ്." രണ്ടാമത്തേത് അവൻ്റെ ഉപ്പക്കുള്ളതായിരുന്നു. "ഉപ്പ, നിങ്ങൾ എന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചിട്ടില്ല. പക്ഷേ പല ദിവസം ബാത്റൂമിൽ ഇരുന്ന് കരഞ്ഞിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്." മൂന്നാമത്തേത് എനിക്കുള്ളതായിരുന്നു. "എടാ, ഞാൻ മരിച്ചാൽ നീ ഒത്തിരി കരയുമെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് വേണ്ടി നീ അധിക നേരം സങ്കടപ്പെടരുത്. കാരണം ഈ ലോകത്ത് ആദ്യമായി മരിക്കുന്ന മനുഷ്യൻ ഞാനല്ല. എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യർക്കിടയിൽ എന്നെപ്പോലെയുമുള്ള ഇത്രയധികം സ്നേഹിച്ച ഒരു സുഹൃത്ത് നിൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല." ഈ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ കൈകളിൽ നിന്ന് ഫോൺ താഴേക്ക് വീണു. നെഞ്ചു പൊട്ടി ഞാൻ ഉറക്കി കരഞ്ഞു. ചില മനുഷ്യർ അങ്ങനെയാണ്. അവർ മരണത്തെ കീഴടങ്ങിയാലും നമ്മുടെ ഓർമ്മകൾ ജീവപര്യന്തം വരെ ശ്വാസമെടുത്ത് കൊണ്ടേയിരിക്കും.